നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് സോഷ്യൽ ഫോബിയകളെ കുറിച്ചാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ചില ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. അവരുടെ ഒരു അഭിപ്രായത്തിൽ സാമൂഹ്യ ജീവിയായിട്ടുള്ള നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായവും മറ്റുള്ളവരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ പരിഗണിക്കേണ്ടേ എന്നാണ്. ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അവരുടെ ആരുടെയും അഭിപ്രായം പരിഗണിക്കേണ്ട, അവരുടെയും ഇഷ്ടം നേടാൻ ശ്രമിക്കേണ്ട എന്നൊന്നുമല്ല, മറിച്ച് അതൊരു പേടിയായി അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനു മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു, പേടി എന്നത് ഒരു അനുഗ്രഹമാണ്. ആ പേടി പലപ്പോഴും നമ്മുടെ അതിജീവനത്തിന് സഹായിക്കുന്നു. എനിക്കൊന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് മാനസികമായ എന്തോ തകരാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പേടി മനുഷ്യ സഹജമാണ്, അത് മനുഷ്യന് ആവശ്യമുള്ള ഒരു വികാരമാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് നാം അതിനെ പരിശോധിക്കുകയും പരിഗണിക്കുകയും ആ ഒരവസ്ഥയിലേക്ക് മാറാതിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് സോഷ്യൽ ഫോബിയയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, മറ്റുള്ളവരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നമ്മുടെ സമാധാനത്തെയും നമ്മുടെ മുന്നോട്ട് പോക്കിനെയും ഒക്കെ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് അത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമൂഹിക ജീവിയായ നമുക്ക് മറ്റുള്ളവരുടെ പരിഗണനയും മറ്റുള്ളവരുടെ ഇഷ്ടവും ശ്രദ്ധയുമൊക്കെ എങ്ങനെ നേടിയെടുക്കാമെന്നതാണ്. മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, അവരുടെ അനുകമ്പ പിടിച്ചു പറ്റാൻ 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയാം. ചില ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് അവർക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്ന്. അത്തരം ആളുകൾ ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തത് ഓണാക്കി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്കത് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കാം. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഈ പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രചോദനമാകുന്നതിന് വേണ്ടി, ഊർജങ്ങളാകുന്നതിന് വേണ്ടി ആളുകളുടെയൊക്കെ ഇഷ്ടവും അവരുടെയൊക്കെ താല്പര്യവും അവരുടെ ശ്രദ്ധയുമൊക്കെ നേടിയെടുക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. ചില ആളുകൾ പറയാറുണ്ട്, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ അവർ ഒറ്റപ്പെടുത്തുകയാണ്, എന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ ഈ രീതിയിൽ പലപ്പോഴും ആളുകൾ സംസാരിക്കാറുണ്ട്. എന്നാൽ മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധയും മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരുടെ താല്പര്യവുമൊക്കെ, മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരുടെ ബഹുമാനവും ഒക്കെ ആർജിച്ചെടുക്കാമെന്ന്, അവരുടെ താല്പര്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 10 കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ ആ 10 കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ പറയാറുണ്ട്, എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ഇംപ്രഷനാണ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. അതുപോലെ തന്നെയാണ് ഈ മനുഷ്യരുമായുള്ള ബന്ധത്തിലും നാം കാണേണ്ടത്. നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യമായി കാണുന്ന സമയത്ത് 7 സെക്കൻഡിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെട്ടിരിക്കും നമ്മളെക്കുറിച്ച്, നമ്മളെ ഇഷ്ടമാണോ നമ്മളോട് വെറുപ്പാണോ എന്ന്. അപ്പോൾ 2 മനുഷ്യന്മാർ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ആദ്യം കണ്ടുമുട്ടുന്നതിലെ ആദ്യത്തെ 7 സെക്കൻഡാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ രീതി നിശ്ചയിക്കാൻ പോകുന്നത് എന്ന്. അതിനൊരു ബേസ് ഇടുന്നത് അതുകൊണ്ട് മാത്രമല്ല. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മളൊരാളെ ആദ്യം കാണുമ്പോൾ തന്നെ ആ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഒരു ഇഷ്ടം തോന്നാറുണ്ട്. അത് ആ ആള് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, പ്രസന്നമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടി നമ്മളെ നോക്കുകയാണ് എങ്കിൽ, നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് അവർ സംസാരിക്കുന്നത് എങ്കിൽ, നമുക്ക് ആ ആദ്യ നിമിഷം തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം നമ്മുടെ അപ്പിയറൻസ് ആണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ വസ്ത്രധാരണ, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മളവരെ ഗ്രീറ്റ് ചെയ്യുന്ന രീതി. ഒരുപക്ഷെ ചില ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് ഗ്രീറ്റിംഗ് ഒന്നും നടത്തിയില്ല എങ്കിൽ പോലും നമ്മളവരെ കാണുമ്പോൾ ഒരു ഹായ് പറയുക, ഒരു നമസ്കാരം പറയുക, അങ്ങനെ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. പറഞ്ഞ 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഒന്ന്, നമ്മുടെ മുഖത്തെ ആ ഒരു പ്രസന്നഭാവവും ആ ഒരു പുഞ്ചിരിയും. രണ്ടാമത്, നമ്മുടെ വസ്ത്രധാരണ. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടത്.
ഒരു കോൺഫിഡൻ്റ് ഉള്ള ബോഡി ലാംഗ്വേജിലായിരിക്കണം നമ്മൾ ആ ആളുമായി ബന്ധപ്പെടുന്നത്. നമ്മൾ ആ ആളുമായിട്ടുള്ള ആദ്യത്തെ ആ ഒരു കൂടിക്കാഴ്ച. മൂന്നാമത്തെ കാര്യം പോസിറ്റിവിറ്റി ആൻഡ് ഓപ്പൺനെസ്. നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടായിരിക്കണം, പോസിറ്റീവായിട്ടായിരിക്കണം, നമ്മൾ പ്രസന്നഭാവത്തിലായിരിക്കണം നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത്. പിന്നെ ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരുമായി ബന്ധപ്പെടുന്നത്. നാലാമത്തെ ഒരു കാര്യം, കീപ് പ്രോമിസസ്. വാക്കു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കണം. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ, അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് വാക്കു പാലിക്കുന്ന ഒരാളാണ് എന്ന ഒരു ധാരണ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മുടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ പറയാറില്ലേ, അവനെ വിശ്വസിക്കാം, അവൻ അത് പറഞ്ഞാൽ ചെയ്യും, അവൻ പറഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കും, അവനെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്, മനസ്സിലൊന്ന് വെച്ച് വേറൊന്ന് നമ്മളോട് പറയുന്ന ആളല്ല. ആ രീതിയിൽ നമ്മുടെ പ്രോമിസസുകളെ കീപ്പ് ചെയ്യുകയും ആളുകളോട് തുറന്ന ഭാവത്തോടു കൂടി ഒരു ഓപ്പൺ മൈൻഡോടു കൂടി സംസാരിക്കുകയും ചെയ്യുക. അത്തരം ആളുകളെയും സമൂഹത്തിലെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നമ്മൾക്ക് ഇഷ്ടമല്ലേ? അതോടൊപ്പം പറയാനുള്ളത് നല്ല വ്യക്തമായും തുറന്നും പറയുന്ന ആളുകളെ നമുക്കെല്ലാം ഇഷ്ടമാണ്. അഞ്ചാമത്തെ കാര്യം, റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നതാണ്. ഉത്തരവാദിത്ത ബോധം കാണിക്കുക എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും പൊതുസമൂഹത്തിലായാലും ക്ലബിലായാലും ഒക്കെ കൃത്യമായി തന്നിൽ അർപ്പിതമായിട്ടുള്ള ആ ഉത്തരവാദിത്വത്തെ കൃത്യമായി നിറവേറ്റുന്ന ആളുകളോട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി അതല്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ, അങ്ങനെ ഇവർക്കിടയിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഏത് റോളിലാണോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ റോളിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി ചെയ്യുന്ന ആളുകളോട് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം, അനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തരുത്. നമുക്ക് ഇടപെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത്, നമുക്കൊരു കാര്യവുമില്ലാത്ത സ്ഥലത്ത് അനാവശ്യമായിട്ട് ഇടപെട്ട് അത് ആകെ കുളമാക്കുന്ന ആളുകൾ, അവരെ നമുക്ക് ഇഷ്ടമില്ല. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ഓരോ ആളുകൾക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായ സ്വഭാവങ്ങളുണ്ട്, അതൊക്കെ അവർക്ക് യൂണിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊന്നും നമ്മൾ ഇടപെടരുത്. ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിസപ്ഷന് പോവുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഫുഡുകളുണ്ടാകും. ചില ആളുകൾ ആ തീന്മേശയുടെ മുമ്പിലിരിക്കുമ്പോൾ തനിക്കെന്താണോ ഇഷ്ടം അതുതന്നെ മറ്റുള്ളവരും കഴിക്കണമെന്ന രീതിയിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ഇടുകയും ഒക്കെ ചെയ്യും. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ടാകും. ചില ആളുകൾ അങ്ങനെയാണ്, നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പ് അവർക്കെതിരെ അങ്ങനെ രൂപപ്പെട്ടു വരും. ഇയാളെന്ത് മനുഷ്യനെ, എനിക്ക് അതായിരുന്നല്ലോ ആവശ്യം, എൻ്റെ ഇഷ്ടം ഇതാണല്ലോ, അയാൾ എന്തിനാ ഇത് കോരിയിട്ടത്, ഇനിയിപ്പോൾ അതെന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്കൊരു ചെറിയ രീതിയിലുള്ള വെറുപ്പ് അവരോടിങ്ങനെ തോന്നിത്തുടങ്ങും. അപ്പോൾ നമ്മൾ ആരുടെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടരുത്. അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അതിൽ നമ്മൾ ഇടപെടാനേ പാടില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ അത് മനോഹരമാക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, മറ്റുള്ളവനെ നല്ലവണ്ണം കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ നേരത്തെ ഊഹിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യമായിട്ട് കേൾക്കുക, അതിന് മറുപടി പറയുക, അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെ മുഴുവനാക്കാൻ അവസരം കൊടുക്കുക. എന്നിട്ട് അതിന് കൂടുതൽ പ്രചോദിതമാക്കുക. എന്നിട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പറയും, അത് ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ എങ്ങനെ പ്രചോദിപ്പിക്കും.
ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ കമ്മ്യൂണിക്കേഷനാണ് റിലേഷൻഷിപ്പുകളുടെ എല്ലാം അടിസ്ഥാനം. നമ്മൾ പല സമയത്തും നമ്മൾ ഫോണൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് അങ്ങനെ സംസാരിക്കും. ഈ എങ്ങണ്ടാ പോണ്, ഞാൻ കോഴിക്കോട് വരെ പോകണം, കോഴിക്കോട് ബസ്സിന് പോകണ്ട കേട്ടോ, ബസ്സിന് ഭയങ്കര റോഡ് പണി കാര്യങ്ങൾ അത് ഇത് ഒക്കെ വിഷയങ്ങൾ, ഇന്നീന് പോയാൽ മതി. അതിപ്പോൾ ട്രെയിനിന് പോവാം, ട്രെയിനിനും ഇപ്പോൾ നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റും. നാളുകൾക്ക് മുന്നേ കണ്ടില്ലേ, ഒരു ബംഗാളിൽ നിന്നുള്ള ഒരാൾ വന്ന് പെട്രോൾ ഒഴിച്ച്, എവിടെയും വിശ്വാസമില്ല, എവിടെയും ഇതില്ല. അങ്ങനെ നമ്മൾ ടെലിഫോൺ കോൺവെർസേഷനിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്താണോ ആ ആളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളായിരിക്കണം 70% നമ്മൾ പറയുന്നത്. ഒരു 30% പുറത്തുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ നമ്മളൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചായിരിക്കണം, അയാളുടെ താല്പര്യങ്ങളെക്കുറിച്ചായിരിക്കണം, അല്ല എങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം 70% നമ്മൾ സംസാരിക്കുന്നത്. 30% മാത്രമേ പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ നമുക്കറിയാലോ, ചില ആളുകൾ ഫോൺ എടുത്താൽ അയാൾ ഫോൺ എടുക്കണ്ട, ഫോൺ എടുത്താൽ വെക്കൂല, ഇങ്ങനെ ബളബളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചില ആളുകൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ അനാവശ്യമായ രീതിയിൽ കാട് കയറി സംസാരിക്കുന്ന ആളുകളെ ആർക്കും ഇഷ്ടമില്ല. പറയാനുള്ളത് കൃത്യമായി പറയുകയും അത് മറ്റുള്ളവരിൽ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യുക. കമ്മ്യൂണിക്കേഷനാണ് എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആളുകളോട് ഔചിത്യബോധത്തോടെ സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആളുകളുടെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. 8. ഹെൽപ്പ് പീപ്പിൾ. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട് എങ്കിൽ ആളുകൾ അങ്ങോട്ട് കൂട്ടത്തോടെ ഓടുന്നത് നമുക്ക് കാണാം. അണ്ണാരക്കണ്ണനും തന്നാലായതുപോലെ എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഗുണകരമായ രീതിയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സഹായിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യാം. വളരെ ചെറിയ കാര്യങ്ങൾ, നമുക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും വലിയ ബാധ്യതകളില്ലാത്ത രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ഒട്ടനവധി ചെയ്യാൻ കഴിയും. ഈ സഹായം എന്ന് പറയുന്നത് സാമ്പത്തികമോ ശാരീരികമോ ആയിട്ടുള്ള ഭാരിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല. നമ്മൾ ഒരു എന്തെങ്കിലും നമ്മൾക്ക് കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ അവരുടെ ഇഷ്ടവും അവരുടെ സന്തോഷവും അവരുടെ സ്നേഹവും ഒക്കെ നമുക്ക് പിടിച്ചു പറ്റാൻ കഴിയും. 9. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ഫ്ലെക്സിബിൾ. നമുക്കറിയാം, കടുംപിടുത്തക്കാരെ, താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന അർത്ഥത്തിൽ ഉള്ള ആളുകളെ ഒരാൾക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല. ഒരു സദസ്സിൽ വന്നാൽ അവിടെ എൻ്റെ എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കണം, എനിക്കിഷ്ടമുള്ളതേ ഇവിടെ നടക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു കല്യാണ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ എടുക്കാൻ പോവാണ്, എല്ലാവരും ഒരേ കളറിലുള്ള ഡ്രസ്സാണ് ഇടാൻ താല്പര്യപ്പെടുന്നത്. മഹാഭൂരിപക്ഷം ആളുകളും ഒരു കളർ സെലക്ട് ചെയ്തു. കുറച്ചാളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും അവരും ആ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിന്നു. പക്ഷെ ചില ആളുകൾ, എനിക്ക് ആ കളർ പറ്റൂല, ഞാനത് ഇടൂല, നിങ്ങൾ മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ കണിശ സ്വഭാവമായി പിടിവാശി കാണിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ കുടുംബത്തിലെ ആളുകളാണ് എങ്കിൽ പോലും, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണ് എങ്കിൽ പോലും നമുക്ക് അവരെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിയില്ല. നമുക്കറിയില്ല, ചില അമ്മാവൻ വൈബ് എന്ന് ന്യൂ ജനറേഷൻ ആളുകൾ പറയുന്ന ആ ഒരു അമ്മാവൻ വൈബിൽ നിൽക്കുന്ന, എല്ലാറ്റിനോടും ഉടക്കി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണം എന്ന ഒരു ധാരണയിൽ നിൽക്കുന്ന ആളുകൾ, അവരോടും നമുക്ക് ആർക്കും ഇഷ്ടം തോന്നില്ല. അതുകൊണ്ട് ഫ്ലെക്സിബിളായിരിക്കുക. ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ ഫ്ലെക്സിബിളായി കാര്യങ്ങളെയൊക്കെ അംഗീകരിച്ച്, എല്ലാവരുടെയും അഭിപ്രായത്തെ അംഗീകരിച്ച് എല്ലാവരുടെയും അഭിപ്രായത്തോട് കൂടെ നിൽക്കാൻ മനസ്സ് കാണിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ആളുകളെ അവൻ എവിടെയും കൊണ്ടുപോയി വെക്കുക. നമ്മൾ പറയാറില്ലേ, അവൻ കുഴപ്പമില്ല, അവൻ എവിടെയും കൊണ്ടുപോയി വെക്കുക, എവിടെയും കൊണ്ടുപോവുക, അവൻ എല്ലാറ്റിനും ഫ്ലെക്സിബിളാണ്. അങ്ങനത്തെ ആളുകളെ ഫ്രണ്ട്സായി സ്വീകരിക്കാൻ ആളുകൾക്ക് പൊതുവെ താല്പര്യമാണ്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമറാണ്. തമാശകൾ പറയാനും അത് ആസ്വദിക്കാനും അതിലൊക്കെ കൂടിക്കൊടുക്കാനും
താല്പര്യമുള്ള ആളുകളോട് കൂടുതൽ ഇഷ്ടമാണ് ആളുകൾക്ക്. എല്ലാറ്റിലും ഒരു തമാശ കാണുക, എപ്പോഴും വളരെ സീരിയസ് ആയി ഗൗരവത്തോടെ നടക്കുന്ന ആളുകളേക്കാൾ തമാശയൊക്കെ പറഞ്ഞ് ആളുകൾ പറയുന്ന തമാശക്ക് അനുസരിച്ച് ഒന്ന് ചിരിച്ച് അങ്ങനെയുള്ള സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളുകളോട് കൂടുതൽ ആളുകൾക്ക് താല്പര്യം തോന്നും. അവരുള്ള സദസ്സിലേക്ക് വരാൻ, അവരോട് കാര്യങ്ങൾ പറയാൻ, അവരോട് തമാശകൾ പറയാൻ, അവർ പറയുന്നത് കേൾക്കാൻ ഒക്കെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഈ 10 കാര്യങ്ങളെ ഒന്നുകൂടി വിശകലനം ചെയ്തുകൊണ്ട് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ തീർച്ചയാണ് ആളുകളുടെ ഇഷ്ടവും സ്നേഹവും പരിഗണനയും ഒക്കെ നമുക്ക് കൃത്യമായി കിട്ടും. ഒന്നുകൂടി പറയട്ടെ, അത് കിട്ടിയേ ഞാൻ ജീവിക്കൂ എന്ന അർത്ഥത്തിലേക്ക് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപകടം വരും. നമ്മൾ സോഷ്യൽ ജീവിയാണ്. ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് ആദരവ് ലഭിക്കണം, സ്നേഹം ലഭിക്കണം, പരിഗണന ലഭിക്കണം എന്ന അർത്ഥത്തിൽ അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ 10 കാര്യങ്ങളെ കൃത്യമായി അവലോകനം ചെയ്ത് ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറാൻ കഴിയും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.